Hi friends, welcome back to my channel. ഇന്ന് നമുക്ക് എളുപ്പത്തിൽ ഒരു സ്ട്രോബെറി കേക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇവിടെ ഞാൻ ഇപ്പോൾ ഒരു ചെറിയ ക്വാണ്ടിറ്റി ആണ് കാണിക്കുന്നത്. 1/2 കിലോയുള്ള സ്ട്രോബെറി കേക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഇതിനു വേണ്ട സ്ട്രോബെറി സ്പഞ്ച് കേക്ക് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് നമുക്ക് 1/2 കപ്പ് ലെവൽ ചെയ്തിട്ടുള്ള മൈദ ചേർക്കാം. ഇതിനോടൊപ്പം 1/2 ടീസ്പൂണോളം ലെവൽ ചെയ്തിട്ടുള്ള ബേക്കിംഗ് പൗഡർ ചേർക്കാം. ബേക്കിംഗ് പൗഡറും കൂടി ചേർത്തിട്ട് നമുക്കത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഒരു നുള്ളു ഉപ്പും കൂടി ചേർക്കാം. ചേർത്തിരിക്കുന്ന ഈ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. അതിനുശേഷം 3 തവണ അരിപ്പയിലൂടെ അരിച്ചു മാറ്റാം. ഈ ഒരു സ്പഞ്ച് കേക്കിന്റെ റെസിപ്പി ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല. ഓൾറെഡി വാനില സ്പഞ്ച് കേക്കിന്റെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ വാനിലയുടെ ഫ്ലേവറിന് പകരം ഇതിലേക്ക് നമ്മൾ സ്ട്രോബെറിയുടെ ഫ്ലേവർ ചേർക്കുന്നു എന്നുള്ളൊരു വ്യത്യാസമേ ഉള്ളൂ. അതുപോലെ മിൽക്കിന് പകരം സ്ട്രോബെറി മിൽക്ക്. അപ്പോൾ നമുക്കിനി ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് 3 തവണ ഇതുപോലെ ഒന്ന് അരിച്ചു മാറ്റാം. എന്തെങ്കിലും ഇതുപോലെ കട്ട കെട്ടിയിട്ടുണ്ടെങ്കിൽ മാറ്റുന്നതിനായിട്ടാണ് ഇതുപോലെ അരിച്ചു മാറ്റുന്നത്. ഇതൊരു 2-3 തവണ ചെയ്യാം. ഇനി ഈ ഒരു സ്പഞ്ച് കേക്കിലേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂൺ റൂം ടെമ്പറേച്ചറിലുള്ള പാൽ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു വലിയ സ്ട്രോബെറിയും കൂടെ ചേർത്തിട്ട് നമുക്ക് സ്ട്രോബെറി മിൽക്ക് ഷേക്ക് ആക്കി എടുക്കാം. ഏകദേശം നമുക്കൊരു 1/2 കപ്പോളം സ്ട്രോബെറി മിൽക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്കിതിലേക്ക് വേണ്ട 2 മുട്ടയാണ്. 2 മീഡിയം സൈസിലുള്ള മുട്ട. ഇതിന്റെ മഞ്ഞയും വെള്ളയും വേർതിരിച്ചെടുക്കാം. ഇനി മുട്ടയുടെ വെള്ള നമുക്ക് സ്റ്റിഫ് പീക്ക് ആവുന്നവരൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമ്മൾ ടോട്ടൽ 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. അതിൽ നിന്നും 2 ടേബിൾ സ്പൂൺ പഞ്ചസാര മുട്ടയുടെ വെള്ളയിലേക്ക് ചേർത്തിട്ടാണ് മുട്ടയുടെ വെള്ള സ്റ്റിഫ് പീക്ക് ആവുന്നവരെ ബീറ്റ് ചെയ്തെടുക്കേണ്ടത്. അപ്പം നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ കറക്റ്റ് സ്റ്റിഫ് പീക്കായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി മുട്ടയുടെ മഞ്ഞയിലേക്ക് ബാക്കിയുള്ള 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ലൈറ്റ് ആൻഡ് ഫ്ലഫി ആവുന്നവരെ ബീറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് സ്ട്രോബെറിയുടെ എസൻസ് ചേർക്കുന്നുണ്ട്. 1-2 ഡ്രോപ്പ് സ്ട്രോബെറിയുടെ എസൻസ് കൂടി ചേർക്കാം. ഇതിനോടൊപ്പം സ്ട്രോബെറി മിൽക്ക് ഷേക്ക് 1/2 കപ്പോളം ഉണ്ട്, അതുകൂടി ചേർക്കാം. ഇതിലേക്ക് നമ്മൾ സ്ട്രോബെറി മിൽക്ക് ഷേക്ക് മാത്രം ചേർത്താൽ ഈ ഒരു സ്പഞ്ചിന് അത്ര കളർ കിട്ടില്ല. അപ്പോൾ ഒരു ലൈറ്റ് പിങ്ക് കളർ കിട്ടുന്നതിനായിട്ട് ഇതിലേക്ക് 1-2 ഡ്രോപ്പ് റെഡ് ജെൽ ഫുഡ് കളർ കൂടി ചേർക്കുന്നുണ്ട്. രണ്ട് ടേബിൾ സ്പൂണോളം ഏതെങ്കിലും റിഫൈൻഡ് വെജിറ്റബിൾ ഓയിൽ ചേർക്കാം. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഏറ്റവും ലോ സ്പീഡിലിട്ടിട്ടാണ് നമ്മൾ യോജിപ്പിച്ചെടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് ഫോൾഡ് ചെയ്തെടുക്കാം. ഇനി ബീറ്ററിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഇതുപോലൊരു വിസ്ക് വെച്ചിട്ട് സാവധാനം ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് മുട്ടയുടെ വെള്ള ചേർത്ത് ഫോൾഡ് ചെയ്തെടുക്കാം. 3 ബാച്ചായിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിലൂടെ സാവധാനം ഫോൾഡ് ചെയ്തെടുക്കാം.
മുട്ടയുടെ വെള്ളയിലേക്കുള്ള ഈ ഒരു മിക്സിലേക്ക് ഈ ബാറ്റർ കംപ്ലീറ്റ് ആയിട്ട് പകർത്തിയിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. ഇനി സ്പാച്ചുല വെച്ചിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എവിടെയെങ്കിലും ബാറ്റർ മിക്സ് ആവാതെ ഉണ്ടെങ്കിൽ ഈവൻ ആയിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഓവർ മിക്സിങ് ചെയ്യേണ്ട. ഇപ്പോൾ സ്ട്രോബെറി കേക്കിന് വേണ്ടിയുള്ള ബാറ്റർ ഇവിടെ റെഡിയാണ്. സ്ട്രോബെറി സ്പഞ്ച് കേക്കിനായിട്ട് ഞാനിവിടെ 7 ഇഞ്ചിൻ്റെ റൗണ്ട് കേക്ക് ടിന് നന്നായിട്ട് ഗ്രീസ് ചെയ്ത് ബട്ടർ പേപ്പർ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇതിലേക്കാണ് നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. 6 ഇഞ്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് ഈ ഒരു കേക്കിന് ഹൈറ്റ് കിട്ടും. ഇനി നമുക്ക് ഈ ഒരു ബാറ്റർ കുറച്ച് ഹൈറ്റിൽ നിന്ന് ഈ ഒരു ടിന്നിലേക്ക് പകർത്താം. ഇനി കേക്ക് ടിന് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കാം. നന്നായിട്ട് ടാപ്പ് ചെയ്ത് എന്തെങ്കിലും എയർ ബബിൾസ് ഉണ്ടെങ്കിൽ പോകുന്നതിനായിട്ട് ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് പ്രീഹീറ്റ് ചെയ്തിട്ടുള്ള അവനിൽ വെച്ചിട്ട് 25 മിനിറ്റ് മുതൽ 30 മിനിറ്റിനുള്ളിൽ ബേക്ക് ചെയ്തെടുക്കാം. It is baking. Look, it's baking. ഇപ്പോൾ സ്ട്രോബെറി സ്പഞ്ച് കേക്ക് 25 മിനിറ്റ് കൊണ്ട് ബേക്കായി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആൻഡ് സ്പഞ്ചി ആയിട്ടുള്ളൊരു കേക്കാണിത്. നമുക്കിനി ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാനിവിടെ 2 ലെയറായിട്ടാണ് ഈ ഒരു സ്പഞ്ച് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. വളരെ സോഫ്റ്റാണിത്. ക്ലീൻ ആൻഡ് ഡ്രൈ ആയിട്ടുള്ളൊരു ബൗളിലേക്ക് 1 കപ്പോളം ഹെവി ക്രീം ചേർക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് ഒരു സ്റ്റിഫ് പീക്ക് ആവുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് മധുരത്തിനായിട്ടുള്ള ഒരു 1/4 കപ്പോളം പഞ്ചസാര കൂടി ചേർത്തിട്ടാണ് ബീറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഈ ഫ്രോസ്റ്റിങ്ങിന് വേണ്ട കളർ ചേർക്കാം. ഞാനിവിടെ റെഡ് ജെൽ ഫുഡ് കളറാണ് എടുത്തിരിക്കുന്നത്. നമുക്കൊരു 4 ഡ്രോപ്പ് ഫുഡ് കളർ ചേർക്കാം. അതുപോലെ ഈ ഒരു ഐസിങ്ങിനൊരു ഫ്ലേവറിനായിട്ട് സ്ട്രോബെറിയുടെ ഒരു ഫ്ലേവറാണ് എടുത്തിട്ടുള്ളത്. അതുകൂടി നമുക്കിതിലേക്ക് ചേർക്കാം. ഒരു 1/4 ടീസ്പൂണോളം സ്ട്രോബെറിയുടെ ഒരു ഫ്ലേവറും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നല്ലൊരു സ്റ്റിഫ് പീക്കാവുന്ന വരെ നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. സ്റ്റിഫ് പീക്കായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ആദ്യത്തെ ലെയറിൽ കുറച്ച് ഷുഗർ സിറപ്പ് ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ലേക്ക് നമുക്ക് കുറച്ച് സ്ട്രോബെറി ജാം കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, ഇഷ്ടമെങ്കിൽ മാത്രം ചേർക്കാം. സ്പ്രെഡ് ചെയ്തെടുക്കാം. വിപ്ഡ് ക്രീം ചേർക്കാം. നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം.
ഇനി ഇതിന് മുകളിലേക്ക് നമുക്ക് അടുത്ത സ്പഞ്ച് ലെയർ വെച്ച് കൊടുക്കാം. വീണ്ടും ഷുഗർ സിറപ്പ് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. വീണ്ടും ഫ്രോസ്റ്റിംഗ് വെച്ചിട്ട് നമുക്ക് ഈ കേക്ക് എൻറ്റയർലി ഒന്ന് കവർ ചെയ്തെടുക്കാം. ഇപ്പോൾ ക്രീം കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവിംഗ് ബോർഡിലോ അല്ലെങ്കിൽ പ്ലേറ്റിലേക്കോ പകർത്താം. പൈപ്പിംഗ് ബാഗിലേക്ക് പകർത്തിയിട്ടുണ്ട്. നോസൽ നമ്പർ 21 ആണ്. ഇനി നമുക്കിതിലേക്ക് ചെറിയ ഡിസൈൻ ചെയ്ത് പൈപ്പിംഗ് ചെയ്ത് തുടങ്ങാം. ഈ ഒരു രീതിയിൽ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു കേക്ക് കവർ ചെയ്തെടുക്കാം. എഡ്ജസിൽ മാത്രം. ഇപ്പോൾ കേക്കിന്റെ സൈഡിലെല്ലാം പൈപ്പിംഗ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി മുകളിലേക്ക് നമുക്ക് കുറച്ച് സ്ലൈസ് ചെയ്തിട്ടുള്ള സ്ട്രോബെറീസ് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. സ്ലൈസ് ചെയ്തിട്ടുള്ള സ്ട്രോബെറിയും അതുപോലെ വേഫേഴ്സും വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 1/2 കിലോയുള്ള സ്ട്രോബെറി കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്.